ഹലോ, കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാനെന്താ അറിയോ, എനിക്ക് കുറച്ച് മടിയും പിന്നെ അത് മാത്രമല്ല സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ, സ്കൂൾ പൂട്ടി. പിന്നെ ആദ്യം കുട്ടികളെ എക്സാം, പിന്നെ സ്കൂൾ പൂട്ടിയതും ഒക്കെ കൂടിയായിട്ട് സ്കൂൾ പൂട്ടി ഞാൻ ഇപ്പോൾ ചാലപ്പുറത്തായിരുന്നു. ചാലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, എഡിറ്റിംഗ് ഒക്കെ. എൻ്റെ കയ്യിൽ ഞാൻ കുറേ വീഡിയോസ്, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. ചെയ്യാൻ എന്താ വെച്ചാൽ കുറേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പി സ്കൂളിലെ വിഷു സെലിബ്രേഷൻ മുതലുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അത് പോസ്റ്റ് ചെയ്ത് നിങ്ങളെന്നെ തല്ലൂലേ. ഇനി അടുത്ത കൊല്ലത്തെ വിഷു നോക്കാൻ വിചാരിക്കും. എന്നാലും ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഇടും കേട്ടോ. ഒന്നുമില്ല എൻ്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോസ് ഇഷ്ടംമാതിരി പന്തരംകാവിലെ വീഡിയോ ഉണ്ട്, കുറേ എന്തൊക്കെയോ വീഡിയോ ഉണ്ട്, എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട. എനിക്കൊരു മടിയും പിന്നെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം അങ്ങനെ വിട്ടു. എന്നിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോസ് മാത്രം ഇടുകയാണ്. ഇപ്പം ഞാൻ എന്താ പറയുക വന്നേ, ഞാനും ഫ്രണ്ട്സ്, ഞങ്ങൾ അബി, സൗമ്യ, സിത്തു, സുഷ്മി, ജി ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ എവിടെ പോയിട്ടുണ്ടായിരുന്നു, ഗോകുലം മോളിൽ പോയപ്പം അവിടെ നൈക്കേ കയറിയിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കും മേടിച്ചു, വേറൊരു സാധനവും മേടിച്ചു. അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പുതിയ പ്രോഡക്റ്റൊന്നും അല്ല, പരിചയപ്പെടുത്താനല്ല കേട്ടോ. ഞാനില്ലേ എൻ്റെ ആ ഒരു ഇതാണെങ്കിൽ, അതായത് ലിപ്പ് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് അടിപൊളി സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഞാൻ വാങ്ങിച്ചത് നൈക്കേൻ്റെ ഗ്ലോ ഓൾ ഡേ പറഞ്ഞിട്ടൊരു സ്ട്രോപ്പ് ക്രീം ഞാൻ മേടിച്ചു. അഭി പറഞ്ഞിട്ടാട്ടോ മേടിച്ചത്. അവൾ യൂസ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു അടിപൊളി സാധനം. എനിക്ക് പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രീമും ഇഷ്ടമാണെങ്കിലും, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് നടക്കില്ല. ഞാൻ കരിവാളിക്കും, ടാനാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ആ മാമാർത്തിൻ്റെ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, മാമാർത്തിൻ്റെ ഒരു ക്രീമും ഒരു കോമ്പാക്ട് പൗഡറും ഇതാണ് എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മാമാർത്തിൻ്റെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിർത്തിയപ്പം എന്താ വെച്ചാൽ നമുക്കൊരു ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുള്ള മാതിരി, എല്ലാവരും നല്ല മേക്കപ്പ് ഇടുമ്പോൾ ഞാൻ വെറൊരു കോമ്പാക്ട് പൗഡറാണോ ഇടുന്നത് എനിക്കൊരു സംശയം. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇതുകൊണ്ടാണ് ടാൻ അടിക്കുന്നതുകൊണ്ടും പിന്നെ വിയർത്തിങ്ങനെ ഒലിക്കും, അതുകൊണ്ടാണ് ഞാനതൊന്നും യൂസ് ചെയ്യാതെ ഇരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ ഞാൻ വീണ്ടും മാമാർത്തിൻ്റെ ആ ഒരു ക്രീമില്ലേ, നമ്മളൊരു വൈറ്റമിൻ ഇതിൻ്റെ ക്രീം, വൈറ്റമിൻ സി പറഞ്ഞിട്ടൊരു ക്രീമും അതും കോമ്പാക്ട് പൗഡറായിരുന്നു സ്ഥിരമായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഇന്നലെ ഞങ്ങൾ നൈക്കയിലേക്ക് ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കണമായിരുന്നു. ലിപ്സ്റ്റിക്ക് മേടിക്കാൻ കയറി അപ്പോൾ ആണ് അഭി പറഞ്ഞത് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ, ഇത് അടിപൊളി സാധനമാണ്. ഞാൻ ഇതും മേടിച്ചു. നൈക്കേൻ്റെയാണ് കേട്ടോ, സ്ട്രോപ്പ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, എനിക്ക് പരിചയമില്ല ഈ ഒരു സാധനത്തിന്. 575 എന്തോ ആണ് റേറ്റ് ഉള്ളത്. ഞാനതൊന്ന് തേച്ചു, അവിടെ കുഞ്ഞിതാണ്, വില കാരണമാണ് വാങ്ങാൻ ഇഷ്ടമല്ലാത്തത്. പിന്നെ ഇതൊന്ന് ഓൺലൈനിൽ വാങ്ങുക പറഞ്ഞാൽ, നൈക്കയിലൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ നമുക്കിത് പറ്റുമോ എന്താണെന്നറിയില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ക്രീമുകളൊക്കെ എനിക്ക് ഓൺലൈൻ വാങ്ങാൻ കുറച്ച് ഇഷ്ടക്കേടാണ്. അതേമാതിരി ലിപ്സ്റ്റിക്കും ഓരോരുത്തർ വാങ്ങണ കാണാം. അപ്പം ഞാൻ വിചാരിക്കും ഈശ്വരൻ എങ്ങനെയാണ് വാങ്ങണത്, ഇട്ട് നോക്കാതെ മാറി വിലയും കൊടുത്തിട്ടൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം മാമാർത്തും മറ്റേ മാമാർത്തിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ ആരൊക്കെയോ ഷെയ്ഡൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചിലപ്പം ഞാൻ ബബിൾ കം പറഞ്ഞ ഷെയ്ഡൊക്കെയാണ് മാമാർത്തിൻ്റെത് യൂസ് ചെയ്തത്, ബബിൾ കം. അതൊക്കെ നല്ല ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഫിൽറ്ററൊന്നും ഇടാതെ ഞാൻ എന്തായാലും വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, അങ്ങനെ ഇതായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ഫിൽറ്ററിൻ്റെ കളറും കൂടെ ചിലപ്പം നല്ലൊരു സുന്ദരി കളറായി മാറുന്നതായിരിക്കാം. എന്നാലും പിന്നെ ബബിൾ കം എന്ന് പറഞ്ഞാലും, പിന്നെ മെബിലൈനിൽ ഞാൻ ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. മെബിലൈനിലൊരു ലിക്വിഡ് എന്താ പറയുക ലിപ്സ്റ്റിക്കാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. ഡ്രൈ ആയിട്ട് ഞാൻ നോക്കി കുളിച്ചിട്ട് പോലും ഇല്ല, വേർത്ത് വിളിക്കുന്നു. ഞാൻ ഇത് കാണിച്ചതായിരിക്കരുത് തരാറ്. ഒരു ഇഷ്ടം വരുമ്പോൾ അങ്ങോട്ട് പാഞ്ഞ് വന്നിട്ട് ചെയ്യണം, ഫാനിടാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ മടിച്ചിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. നമ്മൾ പറയും വെള്ളം ശരീരത്തിൽ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് പെട്ടെന്ന് ആദ്യം കാണിക്കുക ചുണ്ടിൻ്റെ മേലാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഡ്രൈ ആവും. എന്നിട്ടില്ലേ മുറുക്കി തുപ്പിയ ആൾക്കാരെ മാതിരി ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഒരു വൃത്തിയില്ലാതെ കിടക്കും. അപ്പോൾ എനിക്കത് ശരിയാവുന്നേയില്ല, എന്ത് ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയിലൊക്കെ ഇങ്ങനെ നടന്ന് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറയും. എനിക്ക് ലിപ്സ്റ്റിക്ക് ഒരു വൃത്തികേടായിട്ടാണോ നിൽക്കുന്നത്. ചില ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ടിലേക്കും ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ എനിക്കൊക്കെ ഉണ്ട് ഇടയ്ക്ക് അറിയാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ വായിലേക്കൊക്കെ നോക്കി പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എൻ്റെ ചുണ്ട് എനിക്ക് തന്നെ ഒരു കോംപ്ലക്സ്, പിന്നെ ഒരു കോൺഫിഡൻസ് കുറവും വരും ഏത് ലിപ്സ്റ്റിക്കാണുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇതെല്ലാവരും വളരെ സുപരിചിതമായ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് പറഞ്ഞിട്ട് നമ്മുടെ മെബിലൈൻ്റെ ഇതാണ്. അപ്പം ഞാനിത് വാങ്ങണോ വാങ്ങണ്ടേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 300 400 റേറ്റ്, ഒരു 500 റേറ്റിൻ്റെ ഉള്ളിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത് ഒരുപാടൊന്നും ഞാൻ വാങ്ങാറില്ല, വളരെ നോക്കിയിട്ട് വാങ്ങുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് യൂസ് ചെയ്യാതെ ഈ പോരുത് പേടിച്ചിട്ട്. ഇത് അതിലും കുറച്ചും കൂടി ക്വാളിറ്റി മീൻസ് വില ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചിന്തിച്ചിട്ടാണ് വാങ്ങിയത്. ഓൺലൈനിൽ വാങ്ങാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പിടിക്കുമോ എന്നറിയില്ല. അതായത് നമ്മളൊരു മീഡിയം ഒരു നിറമുള്ള ആൾക്കാരും അങ്ങനെ ഉണ്ടല്ലോ, കളറ് നോക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കളറും നമുക്ക് സൂട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ഡാർക്ക് പോലെ ആയിരിക്കും. അല്ല നമുക്ക് ഈ പല്ലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ വൃത്തിയില്ലാതെ കാണും.
അപ്പോൾ എനിക്ക് എല്ലാ ലിപ്സ്റ്റിക്കൊന്നും പറ്റില്ല. അപ്പം അപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ അവർ ടെസ്റ്റർ തരുമല്ലോ, അപ്പോൾ നമുക്കൊന്ന് വൃത്തിയിലിട്ട് നോക്കിയിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇന്നലെ നൈക്കേ പോയിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, മെബിലൈൻ്റെ ലിപ്സ്റ്റിക്ക് വിനൈൽ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചുണ്ടിന് ഇത് നല്ലതാണെന്ന് ഞാൻ കേട്ടു. കാരണം എൻ്റെ ചുണ്ട് മീൻസ് ഈ ഒരു സ്റ്റൈൽ, അതായത് ഡ്രൈ ആവുന്ന ടൈപ്പ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്നലെ അത് ഇട്ടിട്ട് ഇന്നലെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞു, വെള്ളമൊക്കെ കുടിച്ചു. തിരിച്ചു വന്നപ്പം ആ ഒരു ഗ്ലോവും നല്ല വൃത്തി തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ചത് ഇതാണ്, അയ്യോ എന്തായിരുന്നു, ലിപ്പി ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ചേരുന്നുണ്ട്. അതായത് എൻ്റെ ഈ ഒരു ഇതുള്ള ആൾക്കാർക്ക് ചിലപ്പം ആ കളർ ചേരും. ഇത് നല്ലൊരു സാധനം കേട്ടോ. അത് നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ, പക്ഷേ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ചേരുന്നുണ്ട്. അപ്പം വേറൊരാൾ പറഞ്ഞു അവർക്ക് പക്ഷേ ഡ്രൈ ആവുന്നുണ്ട് ചുണ്ടെന്ന്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. നമ്മൾ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പം ഭയങ്കര സങ്കടമല്ലേ, വെറുതെ പൈസ ചിലവാക്കിയിട്ട്. ഇതൊക്കെ ഭയങ്കര വില വെച്ചാൽ 800 സംതിങ് ഉണ്ട് ഇതിന്. കണ്ണ് കാണുന്നില്ല ഈശ്വര. 849 849 എന്തോ ഉണ്ട് ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വിലേൻ്റെയൊക്കെ മേടിക്കണം കേട്ടോ. വിലേൻ്റെ മേടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് യൂസ് ചെയ്യുമോ അറിയാത്തതുകൊണ്ടാണ് എനിക്കിതൊരു കൺഫ്യൂഷൻ. നമ്മൾ വെറുത്താണെങ്കിൽ വാങ്ങണേനൊന്നും തെറ്റില്ല. ഇതിനെ കുറേ കാലമായി ഞാനിങ്ങനെ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇതിനിങ്ങനെ കാണുമ്പോഴേക്ക് വാങ്ങണോ വാങ്ങണ്ടേന്ന്. അപ്പോൾ എന്നോട് ചില ആൾക്കാർ അഭിപ്രായം, കുറേ ആൾക്കാർ, അതായത് ഭൂരിപക്ഷം ആൾക്കാരും ഇതാണ് എന്നോട് റെക്കമെൻഡ് ചെയ്തത്, ഇത് വാങ്ങൂ, ഇത് ചിലപ്പം എനിക്ക് പറ്റും എന്നുള്ളത് പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ ലിപ്പി കേട്ടോ. നമ്മളിത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റില്ലേ, അവർ പറയുന്നത് എന്താ വെച്ചാൽ ചുണ്ടിന് ഇങ്ങനെ ഡ്രൈ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ലിപ് ബാം പുരട്ടുന്നു, എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ അതൊന്നും ചെയ്യാതെ തന്നെ ഇന്നലെ ഇതൊന്ന് ഇട്ട് നോക്കി, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ടിട്ടില്ലേ ഇതിന് ഡ്രൈ ആവാൻ അനുവദിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോരുത്തർ പറയുന്നത് കേട്ട്. അതായത് ചുണ്ട് തമ്മിൽ അങ്ങനെ ആക്കൂലേ നമ്മൾ, ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ആക്കൂലേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അത് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇതിനൊന്ന് ഉണക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂവില്ലാന്ന് മാത്രമല്ല നല്ല സുന്ദരിയായിട്ട് നിൽക്കും ചെയ്യും. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തോ ഒരു രസമുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്യായിട്ടായിരിക്കും അറിയില്ല, വേർത്തൊലിക്കുന്നുമുണ്ട്. കുളിക്കാൻ പോകണേ ഉള്ളൂ, അതിന് മുന്നേ അതൊക്കെ വാരി തേച്ചിട്ട് പിന്നെ കുളിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പൊതുവേ ഞാൻ എവിടെയെങ്കിലും വേഷം കെട്ടി പോകുമ്പോഴേ ഇതിന് നിൽക്കാറുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ആ ലിപ്സ്റ്റിക്ക് വേസ്റ്റ് ആയി പോകണ്ട വെച്ചിട്ട്. പക്ഷെ ഇപ്പൊക്കൊരു ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പറന്നു വന്നു, ഇനി പോയിട്ട് കുളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സുപരിചിതമായിട്ടുള്ളതാട്ടോ. അത് ഞാൻ ആദ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ പറയുക, വേറൊരു കാര്യം എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്, കൺമഷി ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളില്ലേ ഈ ഒരിക്കലും ഇങ്ങനെ ചിലത് കണ്ടില്ലേ, തേച്ചാലും മാച്ചാലും പോകാത്ത ലിപ്സ്റ്റിക്കുകളുണ്ട്. അതൊക്കെ അല്ലേ രാത്രി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായി തുടച്ച് പോക്കിയിട്ടുണ്ടെങ്കിലോ കരിഞ്ഞു പോകും ചുണ്ട്, ഭയങ്കരമായിട്ട് ടാൻ ആവും ചുണ്ട്, വൃത്തിയില്ല. അത് പിന്നെ വീട്ടിൽ നിന്നും കൂടി ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കേണ്ട ആ ഒരു ഗതികേട് വരും. ഞാൻ എൻ്റെ കുറേ ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാമത് അങ്ങനെ ലോക്കൽ സാധനങ്ങൾ യൂസ് ചെയ്യാൻ മതി, കുറച്ച് ബ്രാൻഡഡ് സാധനം. ഇപ്പോൾ ബ്രാൻഡഡ് സാധനമല്ലേ എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും അത് നന്നായിട്ട് കഴുകി പോക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതുവരെ അങ്ങനത്തെ പറ്റി പിടിച്ച് കിടക്കുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തില്ല. വെളിച്ചെണ്ണയാണ് ഞാൻ ചെയ്യുക. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ കണ്ണും ഇതുമാണ് എനിക്ക് കാര്യമായിട്ട് അത് ചെയ്യാറ്. ഇനിയിപ്പം അഥവാ അങ്ങനെ വെളിച്ചെണ്ണയിലും പോകാത്തവർ എന്തായാലും ലിപ്പും കണ്ണിനും മാത്രമുള്ള ഈ റിമൂവർ ഇതുണ്ടല്ലോ, മേക്കപ്പ് റിമൂവർ, അത് യൂസ് ചെയ്തിട്ടെങ്കിലും ഫുള്ള് വൃത്തിയാക്കിയിട്ട് എന്നിട്ട് ലിപ് ബാമോ എന്തെങ്കിലും വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ. പിന്നെ ഞാനൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ബയോലൈൻ പറഞ്ഞിട്ടുള്ള അതെന്തെങ്കിലും ക്രീമറ്റ് തേച്ചിട്ട് കിടന്നാൽ ചുണ്ടിനൊരു നമുക്കൊരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, കരിവണ്ട് പോലെ ആയിപ്പോവും ചുണ്ടൊക്കെ. അപ്പോൾ അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നല്ല സാധനമാണെന്ന് അഭി പറഞ്ഞു. എനിക്കത് ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് വീട്ടിലെത്തുന്ന വരെ എനിക്ക് ഇന്നെന്തോ ഒരു സുന്ദരിയായിട്ട് തോന്നി. ഇതൊക്കെ എനിക്ക് കുളിക്കാതെ എവിടെയും പോവാതെ ഒന്നും പരീക്ഷ വെക്കുന്ന ഇഷ്ടമല്ല. ഇനിയിപ്പോൾ സാരില്ലേ വിചാരിച്ചിട്ടാ. ഇനി നമ്മളെന്താ, ഇത് നല്ല തിരികെ ഞാൻ പരട്ടുള്ളൂ. ഒരു ഗ്ലോ ഉണ്ടാവും, എനിക്ക് അത്രേ പറയാറിയുള്ളൂ. ഇത് നല്ല സാധനം കേട്ടോ, എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ട്രോപ്പ് ക്രീം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് ഈ മേക്കപ്പിൻ്റെ ഈ സാധനങ്ങളെ ഒന്നും വലിയൊരു ഐഡിയ ഇല്ല. ഇനി ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ മീൻസ് ഇനിയിപ്പോൾ വാങ്ങിയാൽ തന്നെ അത് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ വാരി തേച്ചിട്ട് വൃത്തിയേടാവണ്ട വിചാരിച്ചിട്ടാണ്. ഈ സാധനം നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ സൈഡ് മാത്രമേ ഇട്ടുള്ളൂ. ഒരു ഗ്ലോ ഒക്കെ വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഇതൊന്ന് തേക്കുന്നു, ഇത് തേച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് പുരട്ടിട്ട് ഇങ്ങനെ ഭംഗിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോ കിട്ടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെ പക്ഷേ
നമ്മളിപ്പം ഞാൻ എൻ്റെ മുഖത്ത് ആ ക്രീമും കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ഇനി അല്ലാതെ ഒരു ദിവസം ഫ്രഷ് ആയിട്ട്, ഇപ്പം നാളെ ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞങ്ങളെ അടുത്തേക്ക് വീഡിയോ ആയിട്ട് വരാം. മീൻസ് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ. ഇന്നലെ കുറേ ക്രീമിൻ്റെ കൂടെ, പക്ഷേ ലിപ്സ്റ്റിക് അങ്ങനെയല്ല, ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടത്. മെബിലൈൻ്റെ എന്തായിരുന്നു ലിപ്പി, മെബിലൈൻ വിനൈൽ ഇങ്ക് പറഞ്ഞിട്ട് നല്ല സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൈ. ഇത് പറയാൻ വേണ്ടി വന്നതാണ് കൂട്ടരെ. ബൈ.